ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് എറണാകുളത്ത് ഹോർത്തൂസിൽ തന്നെയാണ്. നേരത്തെ ടങ് ട്വിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് സാഹിത്യ ക്വിസ് പ്ലസ് കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ്. നിഷാൻ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞപ്പോ നിഷാൻ കുസൃതിയായിട്ട് നടക്കുന്നു. എങ്ങനെ ഓക്കെ, എന്റെ ആദ്യത്തെ ചോദ്യം അപ്പൊ നിഷാനോട്. നമ്മളിപ്പോ വന്നിരിക്കുന്ന പരിപാടി ഹോർത്തൂസ് ആണല്ലോ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ലിപി ആദ്യമായി അച്ചടിക്കുന്ന ആ പുസ്തകത്തെ പറ്റി പരാമർശിക്കാതെ നമുക്കൊരു സാഹിത്യ ക്വിസ് ഇവിടെ വെച്ച് തുടങ്ങാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് എന്റെ ആദ്യത്തെ ചോദ്യത്തിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ആ പുസ്തകം രചിച്ചിരിക്കുന്നത് ആര്? ഉത്തരം പറയില്ലേ. രണ്ടാമത്തെ അതിന്റെ പാർട്ട്, ആ ഒരു പുസ്തകം എഴുതുന്നതിന് വാൻ റീഡിനെ സഹായിച്ചത് ഒരു ചോദ്യത്തിന് ഉത്തരവായില്ലേ? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? അപ്പൊ രണ്ടാമത്തെ ചോദ്യം മാത്രം വാൻ റീഡ് ആണല്ലോ എഴുതിയെന്ന് മനസ്സിലായി. അപ്പൊ വാൻ റീഡ് ആണ് എഴുതിയത്, അതെന്റെ ഒരു മണ്ടത്തിനെ പറ്റി. ഓക്കെ, ആ വാൻ റീഡിനെ മലബാറിന്റെ പൂന്തോട്ടം എഴുതാൻ സഹായിച്ച മലയാളി ആരാ? ഐസി ചാക്കോ. ഐസി ചാക്കോ ഒക്കെ എന്താ കാലം മിസ്റ്റർ? അറിയില്ല, നിഷാൻ അറിയില്ല. ഇട്ടി അച്യുതൻ വൈദ്യർ, അദ്ദേഹമാണ് എന്താ വാൻ റീഡിനെ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതാൻ സഹായിച്ചത്. ഓക്കെ, എന്തും ചോദിച്ചോ, ഉത്തരം എന്റെ ഉണ്ട്. നമ്മുടെ ഇത് ഒരു വളരെ വലിയ ഒരു കുസൃതി ചോദ്യമാണ്. ഇതെന്ന് വെച്ചാൽ ഇതിന് ഇഷ്ടം പോലെ എപ്പിസോഡാണ്. ഓക്കെ, ആദ്യത്തെ, ഒരു ആനയെ ഫ്രിഡ്ജിൽ കയറ്റാൻ എത്ര സ്റ്റെപ്പ് ആണ്? സിമ്പിൾ, 3. ഓക്കെ, ഫ്രിഡ്ജ് തുറക്കണം, ആനയെ കയറ്റണം, ഫ്രിഡ്ജ് അടയ്ക്കണം. ഓക്കെ, തെറ്റുത്തരം, ആനയെ ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റില്ല. അതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം, ഒരു ആനയെ എങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കും? ഫ്രിഡ്ജിൽ ആനയെ കയറ്റിയില്ലല്ലോ, അപ്പൊ എങ്ങനെ ഇറക്കും? തെറ്റുത്തരം. അത് ഞാൻ പറയുന്നത് കാരണം അത് ശരി. നിഷാൻ മണ്ടനാ. നിഷാൻ ഉണ്ട്, ഒരു ജിറാഫിനെ നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റാം? ജിറാഫിനെ ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റില്ലല്ലോ. പറ്റുമല്ലോ. ഇപ്പോൾ 32 ഇഞ്ചിന്റെ സാംസങ്ങിന്റെ ഫ്രിഡ്ജ് ഉണ്ട്, അത് ഉപയോഗിച്ചാൽ നമുക്ക് ജിറാഫിനെ ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റും. ഇത് കുസൃതി ചോദ്യമല്ല, ഇത് ഞാൻ എന്നാ കാലിക പ്രസക്തിയുള്ള ചോദ്യം ചോദിക്കാം. എന്റെ ഇതില് ഇങ്ങനത്തെ വെറും ചളിയല്ല, എന്റെ ഇതില് പ്രാധാന്യം പഠിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, കേരളത്തിലെ ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. തെറ്റുത്തരം, കേരളത്തിലെ ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആദ്യമായി കാർ ആക്സിഡന്റിൽ മരിക്കുന്ന വ്യക്തി, കേരളത്തിലെ കാർ ആക്സിഡന്റിൽ മരിക്കുന്ന ആദ്യത്തെ വ്യക്തി തന്നെയാണ് കേരളത്തിന്റെ ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു ചോദ്യം കൂടെ, എനിക്ക് ഇതിലെ പാർട്ടായിട്ട് നമ്മുടെ ഹോർത്തൂസ് മലയാള മനോരമയാണല്ലോ നടത്തുന്നത്. ഈ മനോരമ എന്ന പേര് കൊടുത്തത് ഈ ആളാണ്, ഈ അദ്ദേഹം തന്നെയാണ് കേരളവർമ്മ വലിയ തമ്പുരാൻ. യെസ്, തമ്പുരാൻ. അതെ, കേരളവർമ്മ വലിയ തമ്പുരാനാണ്. പുള്ളി അറിയപ്പെടുന്നത് കേരള കാളിദാസൻ. കേരള കാളിദാസൻ അല്ലേ? കേരള കാളിദാസൻ. അതും വെറൈറ്റി ആൻസർ അല്ലേ? ഈ കാണുന്ന ലോക്കുകൾ കണ്ടോ? ഈ ലോക്കുകളുടെ പ്രത്യേകത m4marry.com നടത്തുന്ന ഒരു പ്രത്യേകതരം പരിപാടിയാണിത്. നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ലോക്കും ആ ലോക്കിൽ അറ്റാച്ച് ചെയ്ത ഹാർട്ട് കിട്ടും. അതിൽ നമുക്ക് നമ്മുടെ പേരും നമ്മുടെ പ്രണയിനിയുടെ അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ പേരും എഴുതി ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. നിഷാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? നമുക്ക് നോക്കണം കേട്ടോ, നിഷാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതിയിട്ടില്ല. അയ്യോ, ഇനി എന്റെ ചോദ്യമാണല്ലോ. ചോദ്യം ഇനിയുള്ള എന്റെ ചോദ്യം ഒരു കാലിക പ്രസക്തിയുള്ള കിഡിലൻ ചോദ്യം. ഓക്കെ, കാലിക പ്രസക്തിയുടെ അർത്ഥം അറിയോ? എന്താ ആവശ്യമുള്ളത്? ഏറ്റവും പുതിയതായിട്ട്, അതാണ് കാലിക പ്രസക്തി. ഏറ്റവും ന്യൂ ആയിട്ട്, ഏറ്റവും അതിനർത്ഥം അറിയാണ്ട് കാര്യമില്ല. ഓക്കെ, നീ എന്നാ ചോദ്യം ചോദിക്കും. ചോദ്യം ഇതാണ്, കേരളത്തിന് ഇപ്പോഴത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണല്ലോ എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യത്തില്. അതുപോലെ തന്നെ ഭയങ്കര അതായത് കേരളത്തിന്റെ അതിന്റെ ലോകം ഒട്ടാതെ നോക്കുകയാണെങ്കിൽ നോബൽ പ്രൈസ് തൊട്ട് താഴെ പ്രൈസ് ഉണ്ട്, ബുക്കർ പ്രൈസ്. ബുക്കർ പ്രൈസിന്റെ
ജയറാമിന് കിട്ടുന്ന വില എത്ര? നീ എഴുത്തച്ഛന്റെ കാര്യം പറഞ്ഞില്ല. അതൊരു question. ചോദ്യം ബുക്കർ പ്രൈസ് വിൻ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പ്രൈസ് മണിയോ? എനിക്ക് ബുക്കർ പ്രൈസ് വിൻ ചെയ്ത ആരാണ് അറിയാത്തോണ്ടല്ലോ ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ. പ്രൈസ് മണി വിഷണ്ണയായി എളിഭയായി ഏകാന്തയായി അവളിരുന്നു. ഓക്കെ, ഞാൻ എന്റെ ഉത്തരം പറയുവാണേ. 100 pounds. 50,000 പൗണ്ട് അല്ലേ? അപ്പൊ 50,000 ഓൾമോസ്റ്റ് 58 ലക്ഷം രൂപയാണ്. എങ്കിൽ എന്റെ ചോദ്യം 58 ലക്ഷം രൂപ. 58 ലക്ഷം. ഓക്കെ, ഇനി എന്റെ ചോദ്യം, ഞാനൊരു കാര്യത്തിന്റെ പേര് പറയാം, അതിന്റെ പ്രാധാന്യം എന്താന്ന് പറഞ്ഞാൽ മതി. കെ ദാമോദരന്റെ പാട്ടബാക്കി എന്താണ് അതിന്റെ പ്രത്യേകത? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. എന്താ? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് സ്റ്റുപ്പൻറ്റോ മെലങ്ക്ലിസ്ലി റൈറ്റ് ആൻസർ. കെ ദാമോദരന്റെ പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ. ഇനി എന്റെ ഒരു ചോദ്യം കൂടി നിശാനുള്ളത്. ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് പെട്ട് നിൽക്കുക, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. എനിക്ക് വെള്ളം വേണം. വെള്ളം ഇല്ലടാ അതില്. അവിടെ എനിക്ക് വേറെ ഒന്നുമില്ല, എന്റെ കയ്യില് ഒരു തോക്ക് മാത്രമുള്ള. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ട്. ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കും? ആ തോക്കില് ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് അടിച്ച് കുട്ടിക്കുട്ടാന്നടിച്ച് വീട്ടിൽ ചെന്ന്. നോ, ഉത്തരം പറയട്ടെ. ആകെ ഒരു തോക്ക് മാത്രല്ലേ? നീ പറഞ്ഞ ആ തോക്കിൽ ഉണ്ടല്ലോ, അതെന്റെ പുറത്ത് ഞാൻ വെടിവെക്കും. അപ്പൊ പുറത്തെന്താ? ഓട്ടയാവും. ആ പൊറോട്ട ഞാൻ എടുത്ത് തിന്നും. ഐസ്ക്രീം കഴിക്കാൻ പാ. ചോദ്യം ചോദിക്കടാ. അടുത്തതായി എന്റെ ചോദ്യം, അതായത് നമ്മൾ ഒരു മരുഭൂമിയിൽ പെട്ടുകിടക്കാം, ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളമില്ല, നല്ല ചൂടുണ്ട്, നമ്മൾ മൊത്തം വേർതിരിക്കുക, നമ്മുടെ ആകെ തോക്ക വേറെ ഫുഡല്ലാതെ. ഫുഡ് വെച്ച് മുഖം തുടയ്ക്കാൻ പറ്റില്ല. എന്ത് വെച്ച് മുഖം തുടയ്ക്കും? അതായത് നമ്മൾ മരുഭൂമി പെട്ടിരിക്കുക, നമ്മൾ വല്ലാണ്ട് വേർക്കുന്നു, നമ്മുടെ ആകെ ഒരു തോക്കയുള്ളു, എങ്ങനെ നമ്മൾ മുഖം തുടയ്ക്കും? ആ തോക്കില് വെടിവെക്കുമ്പോ ടിഷ്യൂം വരും. ആ ടിഷ്യൂ എടുത്ത് നമ്മൾ വേർത്ത് തുടയ്ക്കും. ടിഷ്യൂ എങ്ങനെ നമ്മൾ തുടയ്ക്കാൻ പറ്റില്ല, ടിഷ്യൂ തുടയ്ക്കാൻ പറ്റും. ടിഷ്യൂ. അപ്പൊ നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഐസ്ക്രീം കഴിക്കാം. ഇവിടെ പാട്ട് പാടുക. മനസ്സോട്